ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം ആ യൂണിറ്റിൽ നിന്ന് ഉൾക്കൊള്ളിക്കാവുന്ന എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പെരുമാൾ തിരുമൊഴി വാസ് റിട്ടൺ ബൈ. പെരുമാൾ തിരുമൊഴി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആൻസർ കുലശേഖര ആഴ്വാർ. ആരാണ്? കുലശേഖര ആഴ്വാർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഭക്തി? എന്താണ് ഭക്തി? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ഒരാളുടെ ജീവിതം, വൺസ് ലൈഫ് എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതം ടോട്ടൽ സബ്മിഷൻ, പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സമർപ്പിക്കുന്നു. ആർക്ക്? ഗോഡിന്, ദൈവത്തിന്. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിക്കാം, ഡാഷ് ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ഏതാണ് ആൻസർ? ഭക്തി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഭക്തി മൂവ്മെൻറ്റ്? എന്താണ് ഭക്തി പ്രസ്ഥാനം? ആൻസർ, ദ ഐഡിയ and activities that arise out of bhakti are known as bhakti movement. Ideas and activities, ആശയങ്ങളും പ്രവർത്തികളും that arise out of ഭക്തി, ഭക്തിയിൽ നിന്നും വരുന്ന, ഭക്തിയിൽ നിന്ന് എറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭക്തിയിൽ നിന്നും വരുന്ന ആശയങ്ങളെയും ആക്ടിവിറ്റീസ്, പ്രവർത്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭക്തി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 important movements that emerged in medieval India? മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്ന 2 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഭക്തി മൂവ്മെൻറ്റ് ആൻഡ് സൂബി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനവും സൂബി പ്രസ്ഥാനവും. ഇൻ വിച്ച് സെഞ്ചുറി ഡിഡ് ദ ഭക്തി മൂവ്മെൻറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിൽ ഈ ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? ആൻസർ, ബിറ്റ്വീൻ 7th and 12th സെഞ്ചുറി. 7ാം സെഞ്ചുറിക്കും 7ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഈ ഭക്തി മൂവ്മെൻറ്റ് നിലനിന്നിരുന്നത്. എവിടെയാ? സൗത്ത് ഇന്ത്യയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൈറ്റിംഗ്സ് ഓഫ് ദി ആൾവാർസ് ആർ നോൺ ആസ്. അതായത് ആൾവാറിൻ്റെ രചനകൾ, ആൾവാറിൻ്റെ എഴുതിയ ലിറ്റററി വർക്ക്സ് ഉണ്ടല്ലോ, അത് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ, 4000 ദിവ്യപ്രബന്ധം. ആൾവാസിൻ്റെ റൈറ്റിംഗ്സ് 4000 ദിവ്യപ്രബന്ധം. അടുത്ത്, ദ റൈറ്റിംഗ്സ് ഓഫ് ദി നയനാസ് നോൺ ആസ്. നയനാസിൻ്റെ റൈറ്റിംഗ്സ് എന്തെന്നറിയപ്പെടുന്നു? തിരുമുറൈകൾ. എന്താണ്? തിരുമുറൈകൾ. അടുത്തത്, പ്രൊമിനൻറ്റ് പോയറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട കവികൾ ആരെല്ലാമായിരുന്നു? അപ്പോൾ നമുക്കറിയാം, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൾവാർ പോയറ്റ്സ് എന്നും പിന്നെ നായനാർ പോയറ്റ്സ് എന്നും. ആൾവാർ കവികളും നായനാർ കവികളും. അതിൽ ആൾവാർ പോയറ്റ്സ് എന്ന് പറയുന്നത് ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ഭക്തരാണ് അല്ലേ. ഇനി നായനാർ പോയറ്റ്സ് എന്ന് പറയുന്നത് ഡിവോട്ടീസ് ഓഫ് ശിവ, ശിവഭക്തരാണ് നായനാസ് എന്ന് പറയുന്നത്. ഇനി ആൾവാർ പോയറ്റ്സിൽ വരുന്ന പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആൾവാർ പോയറ്റ്സ് ആരൊക്കെയാണ്? കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ഇത്രയും പേര്. കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ഇനി ഡിവോട്ടീസ് ഓഫ് ശിവ, അതായത് നായനാർ പോയറ്റ്സ് ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ഇത്രയും പേരാണ് നായനാർ പോയറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഭക്ത പോയറ്റ്സ് വെയർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ഡാഷ് ആൻഡ് ഡിവോട്ടീസ് ഓഫ് ശിവ നോൺ ആസ് ഡാഷ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. വിഷ്ണു ഭക്തരും ശിവഭക്തരും ആരൊക്കെയാണ്? ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ആർ നോൺ ആസ് ആൾവാസ് അല്ലേ. ഡിവോട്ടീസ് ഓഫ് വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു ഭക്തർ ആൾവാസ് എന്നും ശിവഭക്തർ ഡിവോട്ടീസ് ഓഫ് ശിവ നോണാസ് നായനാസ്, നായനാസ് എന്നും അറിയപ്പെടുന്നു. ശിവഭക്തർ നായനാസ്, വിഷ്ണു ഭക്തരാണെങ്കിൽ ആൾവാസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഓഫ് കന്നഡ ദേശ ഹു ലീവ്ഡ് ഇൻ ദ 12th സെഞ്ചുറി. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ താമസിച്ചിരുന്ന ഒരു ഫിലോസഫർ, പിന്നെ സോഷ്യൽ റിഫോർമറാണ്, പിന്നെ പൊയറ്റാണ്. ഈ 3 രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളിൻ്റെ പേര് എന്താണ്? കന്നഡ ദേശം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഒരു കവിയെ ഓർമ്മ വരും. ആരാണ്? ബസവണ്ണ. ആരാണ്? ബസവണ്ണ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോൾ, ദ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ. ബസവണ്ണ സ്ഥാപിച്ച സ്പിരിച്വൽ ഫോറം, ആത്മീയ ചർച്ചാവേദി ഏതാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ്? ആൻസർ, അനുഭവ മണ്ഡപം. ഏതാണ്? അനുഭവ മണ്ഡപം. അപ്പോൾ ബസവണ്ണ ഇവിടെ സ്പിരിച്വൽ ഫോറം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ, അല്ലെങ്കിൽ ആത്മീയ ചർച്ചാവേദി, ബസവണ്ണയുടെ ആത്മീയ ചർച്ചാവേദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ ഏതാണ്? അനുഭവ മണ്ഡപം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വെയർ ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം. അതായത് അനുഭവ മണ്ഡപത്തിലെ ഡിസ്കഷൻസ്, ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്?
ആൻസർ അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി. ആരൊക്കെയാണ്? അല്ലാമ പ്രഭുവും അക്ക മഹാദേവിയുമാണ് അനുഭവ മണ്ഡപത്തിലെ ഈ ഡിസ്കഷൻസിനൊക്കെ നേതൃത്വം കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം? അതായത് ഈ അനുഭവ മണ്ഡപത്തിൽ ഡിസ്കഷൻസ് നടക്കുമല്ലോ, ചർച്ചകൾ നടക്കും. അപ്പോൾ ആ ചർച്ചകളിൽ നിന്ന് എമർജ് ചെയ്ത ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. ആ പേരെന്താണ്? ആൻസർ വചനാസ്. എന്താണ്? വചനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ? അതായത് ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ആൻസർ വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ, മൂവ്മെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ വീരശൈവ മൂവ്മെൻറ്റ്. എന്നാൽ ബസവണ്ണ സ്ഥാപിച്ച സ്പിരിച്വൽ ഫോറം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അനുഭവ മണ്ഡപം. എന്നാൽ ബസവണ്ണ സ്ഥാപിച്ച മൂവ്മെൻറ്റ് അത് ചോദിച്ചാൽ എന്ത് പറയും? വീരശൈവ മൂവ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി ഭക്തി പ്രൊപ്പഗേറ്റർ ഹു ലിവ്ഡ് ഇൻ നോർത്തേൺ ഇന്ത്യ ഇൻ ദ 15th century. 15ാം നൂറ്റാണ്ടിൽ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ഭക്ത കവി ആരാണ്? ആൻസർ കബീർ. ആരാണ്? കബീർ. കബീർ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആളാണ്? അദ്ദേഹം ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഒരു ഭക്ത പോയറ്റാണ് ആര്? കബീർ. അടുത്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The name of the Bhakta poet who said that Hindu and the Muslims are the two vessels made of the same soil. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിലുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഏത് ഭക്ത കവിയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്? ആൻസർ കബീർ. കബീറാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ ഹിംസ നോണാസ്. അതായത് കബീർ തൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് കീർത്തനങ്ങളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ആ കീർത്തനങ്ങൾക്ക് ഒരു പേരിട്ട് വിളിക്കും. എന്താണ് ആ പേര്? ആൻസർ ദോഹാസ്. എന്താണ്? ദോഹകൾ അല്ലെങ്കിൽ ദോഹാസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷബാദ്? എന്താണ് ഷബാദ് എന്ന് പറഞ്ഞാൽ? ഷബാദ് ഈസ് ദ പ്രയർ സോങ് കമ്പോസ്ഡ് ബൈ ഗുരു നാനാക്ക്. ഗുരു നാനാക്ക് രചിച്ച പ്രയർ സോങ്ങിന് പറയുന്ന പേരാണ് ഷബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ വാസ് ഗുരു നാനാക്ക് വാസ് ബോൺ? അതായത് ഈ ഗുരു നാനാക്ക് ജനിച്ചത് എവിടെയാണ്? ആൻസർ തൽവണ്ടി ഇൻ ഷേഖ്പുര, പഞ്ചാബ്. അതായത് പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന സ്ഥലത്താണ് ഗുരു നാനാക്ക് ജനിച്ചത്. ഈ സ്ഥലം ഇപ്പം എവിടെയാണ്? പാകിസ്ഥാനിലാണ് കേട്ടോ. ഏത് നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്? 15th century. അടുത്തത്, ദ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി കിച്ചൺ ബൈ ഗുരു നാനാക്ക് ഈസ് നോൺ ആസ്. ഈ ഗുരു നാനാക്കിൻ്റെ ഒരു ഐഡിയ ആണ് കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ പൊതു അടുക്കള എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി കിച്ചണിന് ഒരു പേരിട്ട് വിളിക്കും. എന്താണ് ആ പേര്? ആൻസർ ലങ്കാർ. എന്താണ്? ലങ്കാർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ നെയിം ഓഫ് ദി ഹോളി ബുക്ക് ഓഫ് സിക്കിസം? സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആദി ഗ്രന്ഥം അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബ്. ഈ രണ്ട് പേരുകളിലുമാണ് ഈ സിഖ് മതത്തിൻ്റെ ഹോളി ബുക്ക് അറിയപ്പെടുന്നത്. ആദി ഗ്രന്ഥം എന്ന് പറഞ്ഞാലും ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരൊറ്റ സാധനമാണ്. ഏതാണത്? ഹോളി ബുക്ക് ഓഫ് സിക്കിസം. അടുത്ത ക്വസ്റ്റ്യൻ, ദ രാജ്പുത് പ്രിൻസസ് ഹു ലിവ്ഡ് ഇൻ ചിറ്റൂർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ചിറ്റൂരിൽ താമസിച്ചിരുന്ന രജപുത്ര രാജകുമാരി ആരാണ്? മീരാബായ്. ആരാണ്? മീരാബായ്. അവരാരായിരുന്നു? ഒരു കൃഷ്ണഭക്തയായിരുന്നു അല്ലേ? കൃഷ്ണഭക്തയായിരുന്നു അവർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വേർ ദ ഫേമസ് വുമൻ ഡിവോട്ടീസ് ഫ്രം തമിഴ്നാട്? തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്ത കവയിത്രിമാർ, പ്രസിദ്ധരായ ഭക്ത കവയിത്രിമാർ ആരൊക്കെയായിരുന്നു? കാരക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ. ആരൊക്കെയാണ്? കാരക്കൽ അമ്മയാറും പിന്നെ ആണ്ടാൾ. ഇവർ രണ്ടുപേരുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഫേമസ് വുമൻ ഡിവോട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വേർ ദ ഫേമസ് വുമൺ ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഫ്രം മഹാരാഷ്ട്ര? അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് ഈ ഭക്തി പ്രസ്ഥാനത്തിന് സംഭാവനകൾ നൽകിയ പ്രസിദ്ധരായ വുമൻസ് ആരൊക്കെയാണ്? ബഹിനാബായി ആൻഡ് സൊയ്റാബായി. ആരൊക്കെയാണ്? ബഹിനാബായി ആൻഡ് സൊയ്റാബായി. ഇവർ രണ്ടുപേരും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേമസ് വുമൺ ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഫ്രം കാശ്മീർ. കാശ്മീരിൽ നിന്ന് ഭക്തി മൂവ്മെൻറ്റിന് സംഭാവനകൾ നൽകിയ വുമൺ ആരാണ്?
ആൻസർ ലാൽ ദേത്ത്. ആരാണ്? ലാൽ ദേത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് സൂഫിസം വാസ് ഒറിജിനേറ്റഡ് ഇൻ. അതായത് ഈ സൂഫിസം എന്ന് പറയുന്ന ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത് ഏത് സ്ഥലത്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ സെൻട്രൽ ഏഷ്യ. അപ്പോൾ വിച്ച് ഈസ് ദ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ്? അത് സൂഫിസമാണ്. അതെവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? അത് സെൻട്രൽ ഏഷ്യയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് വേർഡ്സ് ഇസ് ദ വേർഡ് സൂഫിസം കോയിൻഡ്? അതായത് സൂഫിസം എന്ന് പറയുന്ന ആ വേർഡ് വന്നത് ഏതൊക്കെ വേർഡ്സിൽ നിന്നാണ്? നമുക്ക് ടെക്സ്റ്റിൽ ഒരു കോളത്തിന് കൊടുത്തിട്ടുണ്ട് സൂഫിസം എന്ന വേർഡ് ഡെറൈവ് ചെയ്ത് വന്നത് ഏതൊക്കെ വേർഡ്സിൽ നിന്നാണെന്നുള്ളത്. ഒന്നാമത്തെ സുഫ്. സുഫ് മീനിങ് വൂൾ. സുഫ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വൂൾ. രണ്ടാമത്തത് സഫ്. സഫ് എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്യൂരിറ്റി. അപ്പോൾ സുഫ് എന്നതും സഫ് എന്ന ഈ രണ്ട് വേർഡ്സിൽ നിന്നാണ് സൂഫിസം എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ 12 സൂബി സെക്ട്സ് നോൺ ആസ്. അതായത് 12 സൂബി വിഭാഗങ്ങൾ. സൂബി സെക്ട്സ് എന്ന് വെച്ചാൽ സൂബി വിഭാഗങ്ങൾ. അപ്പോൾ 12 സൂബി വിഭാഗങ്ങളുണ്ട്. അവ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് ചോദിച്ചേക്കുന്നത്. ദ 12 സൂബി സെക്ട്സ് നോൺ ആസ്. 12 സൂബി വിഭാഗങ്ങൾ അറിയപ്പെടുന്നത്. ആൻസർ സിൽസിലാസ്. എന്താണ്? സിൽസില. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഔട്ട് ഓഫ് 12 സൂബി സിൽസിലാസ് 2 സിൽസിലാസ് റീച്ച്ഡ് ഇന്ത്യ. വിച്ച് ആർ ദോസ് 2 സിൽസിലാസ്? അതായത് ഈ 12 സൂബി സിൽസിലകളിൽ 2 സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പേരെന്താണ്? ഈ 2 സിൽസിലകളുടെ പേരെന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ചിഷ്തി ആൻഡ് സുഹ്റവർദി. ഏതൊക്കെയാണ് രണ്ടെണ്ണം? ചിഷ്തി ആൻഡ് സുഹ്റവർദി. ഈ 2 സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. 12 മൊത്തം എത്ര സിൽസിലാസ് ഉണ്ട്? 12 സിൽസിലാസ് ഉണ്ട്. ഈ 12 സിൽസിലാസിൽ 2 സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അതാണ് ചിഷ്തി ആൻഡ് സുഹ്റവർദി. അടുത്ത ക്വസ്റ്റ്യൻ, സൂബി ഗുരു ഈസ് നോൺ ആസ്. സൂബിയിൽ ഗുരുക്കന്മാരെ നമ്മളൊരു പേരിട്ട് വിളിക്കും. എന്താണ്? പീർ. എന്താണ്? പീർ. ഇനി വേറൊരു പേരും കൂടെയുണ്ട്, അല്ലെങ്കിൽ ഷേക്ക്. പീർ അല്ലെങ്കിൽ ഷേക്ക് എന്ന പേരിട്ടാണ് സൂബി ഗുരുക്കന്മാരെ വിളിക്കുന്നത്. അടുത്ത, ദ ഫോളോവേഴ്സ് ഓഫ് സൂബി ഗുരു ആർ കാൾഡ്. സൂബി ഗുരുക്കന്മാരുടെ ഫോളോവേഴ്സിനെ, അവരുടെ അനുയായികളെ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ആൻസർ മുരീദ്. ഇതാണ് മുരീദ്. MURID. മുരീദ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ നെയിം ഓഫ് ദി പ്ലേസ് ഓഫ് റെസിഡൻറ്റ് ഓഫ് സൂബി. സൂബികളൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിനൊരു പ്രത്യേക പേര് പറയും. അതിൻ്റെ പേരെന്തുവാ? ആൻസർ ഖാൻഖാസ്. ഇതാണ് ഖാൻഖാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ഡിവോഷണൽ സോങ് റെൻഡേർഡ് ഇൻ സൂബി സെൻറ്റേഴ്സ് ഇൻ എ സ്പെഷ്യൽ ഷാൻറ്റിംഗ് സ്റ്റൈൽ കാൾഡ് സമ. ഈ സൂബി സെൻറ്റേഴ്സിൽ ഒരു പ്രത്യേക ഗാനാലാപന ശൈലിയായ സമ എന്നറിയപ്പെടുന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഡിവോഷണൽ സോങ്ങിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ ഒരു പ്രത്യേക ഗാനാലാപന ശൈലിയിൽ സൂബി സെൻറ്റേഴ്സിൽ ആലപിച്ചിരുന്ന ഡിവോഷണൽ സോങ്ങിന് പറയുന്ന പേര് എന്താണ്? ആൻസർ ഖവ്വാലീസ്. എന്താണ്? ഖവ്വാലീസ്. അപ്പോൾ ഈ ഖവ്വാലീസ് പാടിയിരുന്ന ആ സ്പെഷ്യൽ ഷാൻറ്റിംഗ് സ്റ്റൈൽ എന്താണ്? സമ. എന്താണ്? സമ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റീജിയൻസ് റിലേറ്റഡ് ടു ദം ആർ ഗിവൺ ബിലോ. പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സും അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുമാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിച്ചേക്കണം. പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സ് എവിടെ നിന്നുള്ളവരാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് എഴുതാൻ പറ്റണം. ഒന്നാമത്തെ ആള് ഷേഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി സിൽഹറ്റ് എന്ന് പറയുന്ന റീജിയനിൽ നിന്നുള്ള ആളാണ്. സിൽഹറ്റ് എന്ന് പറഞ്ഞ റീജിയൻ. അടുത്തത് ഷേഖ് നിസാമുദ്ദീൻ ഔലിയ എവിടെ നിന്നുള്ള ആളാണ്? ഫ്രം ഡൽഹിയിൽ നിന്ന്. അടുത്തത് ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്തി എവിടെ നിന്നാണ്? അജ്മീർ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്തി, അജ്മീർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ ന്യൂ ലാംഗ്വേജ് ഡാഷ് എമർജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി. പേർഷ്യൻ്റെ ഹിന്ദിയുടെ ഫ്യൂഷൻ വഴി ഉയർന്നു വന്ന ഒരു ലാംഗ്വേജ് ഏതാണ്? ആൻസർ ഉറുദു. ഏതാണ്? ഉറുദു ലാംഗ്വേജ് ആണ് പേർഷ്യനും ഹിന്ദിയും കൂടി ചേർന്ന് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എനി ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദി ഉറുദു ലാംഗ്വേജ്. ഉറുദു ലാംഗ്വേജിലെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററിൻ്റെ പേര് ആരാണ്? ഉറുദു ലാംഗ്വേജിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ. ആൻസർ അമീർ ഖുസ്രു. നമ്മുടെ അമീർ ഖുസ്രു ഇല്ലേ, അദ്ദേഹം ഉറുദു ലാംഗ്വേജിലെ ഒരു പ്രധാനപ്പെട്ട പ്രോമിനൻറ്റ് റൈറ്റർ ആയിരുന്നു കേട്ടോ. അടുത്ത, ഹു വാസ് ദ ഓഥർ ഓഫ് ഗീത ഗോവിന്ദ ഇൻ ബംഗാളി ലാംഗ്വേജ്. ബംഗാളി ലാംഗ്വേജിലെ ഗീത ഗോവിന്ദ എന്ന ഒരു ലിറ്റററി വർക്ക്സ് എഴുതിയത് ആരാണ്?
ജയദേവ. ആരുടെയാണ്? ഗീതാ ഗോവിന്ദ എന്ന കൃതി ആരുടേതാണ്? ജയദേവ. അദ്ദേഹം ഏത് ലാംഗ്വേജിലുള്ള ആളാണ്? ബംഗാളി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിറ്റററി വർക്ക് മുഹിയുദ്ദീൻ മാല വാസ് റിട്ടൺ ബൈ. അതായത് മുഹിയുദ്ദീൻ മാല എന്ന ലിറ്റററി വർക്ക്, ആ കൃതി എഴുതിയത് ആരാണ്? മുഹിയുദ്ദീൻ മാല ആരാണ്? ഖ്വാസി മുഹമ്മദ്. മുഹിയുദ്ദീൻ മാല എഴുതിയത് ഖ്വാസി മുഹമ്മദ്. ഗീതാ ഗോവിന്ദ എഴുതിയത് ജയദേവൻ. അടുത്തത്, ജ്ഞാനപ്പാന വാസ് റിട്ടൺ ബൈ. ജ്ഞാനപ്പാന എഴുതിയത് ആരാണ്? പൂന്താനം. പൂന്താനത്തിൻ്റെയാണ് ജ്ഞാനപ്പാന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് വാസ് റിട്ടൺ ബൈ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത്. അടുത്തത്, പത്മാവത് വാസ് ലിറ്റററി വർക്ക് ഇൻ ഹിന്ദി ലാംഗ്വേജ് വാസ് റിട്ടൺ ബൈ. ഹിന്ദി ലാംഗ്വേജിലുള്ള ഒരു ലിറ്റററി വർക്കാണ് പത്മാവത്. അത് എഴുതിയത് ആരാണ്? ആൻസർ മാലിക് മുഹമ്മദ് ജെയ്സി. ആരാണ്? മാലിക് മുഹമ്മദ് ജെയ്സി ആണ് പത്മാവത് എന്ന ഒരു ലിറ്റററി വർക്ക് ഏത് ലാംഗ്വേജിലുള്ളത്? ഹിന്ദി ലാംഗ്വേജിലുള്ളത് എഴുതിയത്. അടുത്തത്, പ്രൊമിനൻറ്റ് ഓതേഴ്സ് ഇൻ തെലുങ്ക് ലാംഗ്വേജ്. തെലുങ്ക് ലാംഗ്വേജിലുള്ള, തെലുങ്ക് ഭാഷയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ ആരൊക്കെയായിരുന്നു? ആൻസർ നന്നയ്യ തിക്കണ്ണ യാരപ്രഗത. ആരൊക്കെയാണ്? നന്നയ്യ തിക്കണ്ണ യാരപ്രഗത. ഇതെല്ലാം തെലുങ്ക് ലാംഗ്വേജിലുള്ള ഓതേഴ്സ് ആണ്. അടുത്തത്, പ്രൊമിനൻറ്റ് ഓതേഴ്സ് ഇൻ കന്നഡ ലാംഗ്വേജ്. കന്നഡ ലാംഗ്വേജിലുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു. ഇനി തമിഴ് ലാംഗ്വേജിലെ പ്രൊമിനൻറ്റ് ഓതേഴ്സ് ആരൊക്കെയാണ്? അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആൽവാസ് ആൻഡ് നായനാസ്. ആൽവാസും നായനാസും. അടുത്തത്, ഹൂസ് ഐഡിയ വാസ് ദ കമ്മ്യൂണിറ്റി കിച്ചൺ ലങ്കാർ. LANGAR എന്നാണ് കേട്ടോ. ലങ്കാർ എന്ന കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആശയം ആരുടേതാണ്? ആൻസർ ഗുരു നാനാക്ക്. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മാക്സിമം എല്ലാ പോർഷൻസും കവർ ചെയ്ത് നമ്മളെ ആ യൂണിറ്റിൻ്റെ മുക്ക് മൂലയും അരിച്ച് പിറക്കി എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ USS എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.